ഹേ ഗായ്സ്, അപ്പോൾ അതാണ്ട് ഇന്ന് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു സിറ്റിയിൽ ഏറ്റവും വലിയ പണക്കാരനാകണമെന്നാണ് കേട്ടോ. അയ്യോ, അതാണ്ട് ഒരു കോൾ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും കോളൊന്ന് അറ്റൻഡ് ചെയ്തോക്കാം. ചിലപ്പോൾ നമ്മൾ ഓഫീസറായിരിക്കും. ഗൈസ്, നമ്മളെ ബൈക്ക് അങ്ങനെ മറിഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇത് ഓണാകുന്നില്ല, കണ്ട, നമ്മളെ ബൈക്ക് ഓണാകുന്നില്ല. ഞാൻ എന്തായാലും ഇനി സർവീസ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കട്ടെ. എന്താ പ്രശ്നം എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ആരെങ്കിലുമൊക്കെ വിളിക്കേണ്ടി വരും. ആരെ വിളിക്കും ഗൈസ്? വിളിച്ചിട്ട് അങ്ങനെ ആരും എടുക്കുന്നില്ല. ഇതാരും എന്നെക്കാട്ടും വലിയ പൈസക്കാരൻ അല്ല, ഞാനങ്ങനെ ആയിട്ടില്ല. ഇതാരെങ്കിലും ഗൈസ്, അതേത് പൈസക്കാരനാ? കണ്ടിട്ട് എന്തോ ഒരു കളലക്ഷൻ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ആയിക്കോട്ടെ ഗൈസ്. അപ്പുറത്തൊരു നമ്മുടെ കൂട്ടുകാരൻ്റെ കാർ എടുത്ത് പോകാം നമുക്ക്. ഇതാണ്ട് ഒരു ലംബോർഗിനി അവിടെ ഇരിക്കുന്നത് ഗൈസ്. ഞാൻ ആ ലംബോർഗിനി അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എന്തായാലും എൻ്റെ ഓഫീസിലേക്ക് പോകുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇനി ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പണി കഴിയാട്ടോ. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ ഓഫീസ് കഴിഞ്ഞ് വരുന്നുണ്ട്. ഇതാണ്ട് ഒരു പട്ടി നിൽക്കുന്നു, വട്ടം ചാടോ വണ്ടർ മുമ്പേ. എന്തീ കാട്ടുന്നു പട്ടി ഗൈസ്? ഇപ്പോൾ വണ്ടർ മുന്നേക്ക് ആടെയാണ്. വണ്ടിക്ക് ബ്രേക്കും കിട്ടുന്നില്ല. ഓക്കെ, താണ്ടേ. ഓക്കെ, ഇതിൽ കൂടെ പോയാൽ ഇനിയിപ്പോൾ സീനൊന്നുമില്ല. ഈ രാത്രി ഇപ്പോൾ ആരും ഉണ്ടാവില്ല ഇവിടെ. ഓക്കെ, ഇതാരും ഇരിക്കില്ല. ഒയ്യോ, ഗൈസ്, അങ്ങനെ ആൾക്ക് സീനൊന്നുമില്ല. ആൾ താണ്ട അയാളെ പെരയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആളെ പെര ഏതാണെന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ ആ ഒരു വീടില്ലേ, അത് തന്നെയാണ് കേട്ടോ ആളെ വീട്. അപ്പോൾ ആൾക്ക് സീനൊന്നുമില്ല. ഗൈസ്, നല്ല ഉറക്കം വരുന്നുണ്ട്. രാത്രി ആയിട്ടോ. അപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാനൊന്നും നേരെ ഉറങ്ങാം. ഗൈസ്, ഞാൻ ഇന്നലെ താണ്ട് ഒരു സ്വപ്നം കണ്ട്. ആകെപ്പാടെ ഡേഞ്ചറായിട്ടൊരു സ്വപ്നം. ഞാൻ ആകെ പേടിച്ചിട്ടോ. മറ്റേ ആളില്ലേ, എന്താപ്പോൾ ആ ബിസിനസ്സുകാരൻ, അവൻ ഇന്നലെ ഞാൻ എൻ്റെ വണ്ടി ചെറുതായിട്ട് ഇടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ സ്വപ്നം കണ്ടത് എന്താണെന്ന് വെച്ചാൽ അവൻ താണ്ട വള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഞെട്ടി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്വപ്നമാണിത്. അപ്പോൾ ഞാനങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവൻ എവിടെയാണാവോ, കണ്ടോ, ഇവിടെയാണ് അവൻ പൊങ്ങുന്ന പോലെ എനിക്ക് തോന്നിയത്. പക്ഷെ ഇതിലൊന്നും വള്ളമില്ല കേട്ടോ. വള്ളമില്ല ഈ ഒരു പൂളിൽ വള്ളമില്ല, കണ്ടോ, വെള്ളമൊന്നുമില്ല. മുകളിൽ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതാണ്ട് ബാത്റൂമിൽ ഫ്ലഷ് അടിക്കുന്ന സൗണ്ടാണ് ഞാൻ കേട്ടത്. എനിക്ക് തോന്നിയതാണോന്ന് അറിയില്ല. ഞാൻ എന്തായാലും പോയി നോക്കട്ടെ. അവൻ ഇവിടെ കുളിക്കുന്നുണ്ടോ? ഇവിടെ അങ്ങനെ ആരും കാണുന്നില്ല. ഇവിടെ ആണ് സൗണ്ട് കേട്ട്. ഇതൊരു പുതിയ ടോയ്ലറ്റാണല്ലോ. ഇവത് എപ്പോഴാണ് മാറ്റി? അയ്യോ, ഇതാരാ? എടാ, ഇത് സ്കിബിഡി ടോയ്ലറ്റ് അല്ലേ? ഇവന്താ ദാണ്ട ഞാൻ അടിച്ച ആള്? അയ്യോ, അതെനിക്ക് തോന്നിയതാണോ അതോ സ്കിബിഡി ടോയ്ലറ്റ് തന്നെയാണോ? ഞാൻ എന്തായാലും പോവാണ്. എനിക്ക് ഇവിടെ നിൽക്കണ അത്ര സേഫ് അല്ല. ഞാൻ കുറച്ച് ഉറങ്ങട്ടെ. അയ്യോ, സ്വപ്നമായിരുന്നു. ആകെ പേടിച്ച്. ഒരു ശിവൻ്റെ സ്വപ്നം മാത്രമേ ഉള്ളൂ എനിക്ക് വരുന്നത്. ഇതെന്താ, ശരിക്കുമാണോ അതോ എനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല. എന്തായാലും ഞാൻ കണ്ടത് സ്വപ്നമാണ്, അതെനിക്ക് ഉറപ്പാണ്. പുറത്തൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. പുറത്തുനിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. ഇത് എൻ്റെ സ്വപ്നത്തിൽ വന്നാൽ ദാണ്ട സ്കിബിഡി ടോയ്ലറ്റ്. ഇത് ശരിക്കുവാണോ? ഇത് ശരിക്കുവാണോ? എന്തെങ്കിലും കൈക്കോട്ടെ, നമുക്ക് ഫ്ലഷ് ഒന്ന് അമർത്തി നോക്കാം. ഏതാ പോവാത്തി? പോട്ടെ. പോയി. എടാ, ഇത് ശരിക്കുവാണേ. ഇപ്പം എന്തേ സിറ്റിയിൽ നടക്കുന്നേ? ആകെ സീനാണ്. എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് ഈ ഒരു സിറ്റിക്ക്. സ്കിബിഡി ടോയ്ലറ്റ് വന്നിരിക്കുന്നത്. ഞാൻ ന്യൂസ് ഒന്ന് പോയി നോക്കട്ടെ. വല്ല കാര്യമായിട്ട് വല്ല ന്യൂസ് എന്തെങ്കിലും വന്നിക്കണമെന്നൊന്നും അറിയാൻ വേണ്ടി ഞാൻ നോക്കട്ടെ. ദാണ്ട സ്കിബിഡി ടോയ്ലറ്റിൻ്റെ ബ്രേക്കിംഗ് ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. സ്കിബിഡി ടോയ്ലറ്റ് കുറേ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇത് സീനാവും മിക്കവാറും. ഞാൻ എന്തായാലും നമ്മുടെ പോലീസുകാരുടെ കയ്യിൽ ഇതിനൊരു ട്രിക്ക് ഉണ്ടാവും കേട്ടോ. ഒരു സൂത്രം ഉണ്ടാവും. എന്തായാലും ഇവരെ നശിപ്പിക്കാനുള്ള ഒരു സൂത്രം നമ്മുടെ പോലീസുകാരുടെ അടുത്ത് ഉണ്ടാവും. എന്നോട് പറഞ്ഞത് നമ്മുടെ ഈ ഒരു എയർപോർട്ടിൽ ക്യാമറാമാൻ ഉണ്ടെന്നാണ്. ക്യാമറാമാന് ചിലപ്പോൾ നമുക്ക് ക്യാമറാമാനായിട്ട് സ്കിബിഡി ടോയ്ലറ്റിനെ നശിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതിനകത്താണ് ക്യാമറമാൻ എന്ന് പറഞ്ഞത്. ഞാൻ ഒന്ന് കയറി നോക്കട്ടെ. ഗൈസ്, ദാണ്ട് ക്യാമറമാന്
ശരിയാണ് കേട്ടോ, ക്യാമറമാൻ താണ്ട് നിൽക്കുന്നത്. ഗൈസ് ക്യാമറമാൻ കുറേ ഉണ്ട്. ഓക്കെ, ഒരു ഗൈസ് 10 ക്യാമറമാൻ ഉണ്ട്. ഇവരെ കൊണ്ട് കഴിയായിരിക്കും, നമുക്ക് നോക്കാം. ഇവരെ ഞാൻ എന്തായാലും പറഞ്ഞയക്കുന്നുണ്ട് ഗൈസ്. ഞാൻ എന്തായാലും അവരങ്ങനെ പറഞ്ഞയച്ചിട്ടുണ്ട്. എന്താണ്ട് ന്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, ദാണ്ട് സ്കിബിഡി ടോയ്ലറ്റ് 3 എണ്ണത്തിന് അവർ നശിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ജയൻറ്റിനെയാണ് പേടിക്കാനുള്ളത് ഇവർക്ക്. ദാണ്ട് ആ ജയൻ്റ് ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, ആ ജയൻ്റ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവരെന്ത് ചെയ്യും? ഇവരൊന്നും ചെയ്തില്ല. ദാണ്ട് ക്യാമറമാനെല്ലാം എടാ ഒക്കെ തീർന്ന് ഗൈസ്. ഇതെന്ത് സംഭവം ഗൈസ്? അവരാ വലിയ സ്കിബിഡി ടോയ്ലറ്റാണ് എല്ലാത്തിനും കാരണം, ഇല്ലെങ്കിൽ മൊത്തം നശിച്ചേനെ ഗൈസ്. നമുക്ക് എന്തായാലും ഒന്നും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയാം. സാർ ഗൈസ്, ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഒരു TV വേണമെന്നാണ്. ടി വി മാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് TV വേണമെന്ന്. അപ്പം ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലുള്ള TV എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് ഇടയ്ക്ക് കൊച്ചു TV ഒക്കെ കാണാനുള്ളതാണ്. ഓക്കെ കൊച്ചു TV എന്തായാലൊക്കെ ഞാൻ കാണും. അപ്പോൾ ദാണ്ട് ഇവൻ്റെ വീട്ടിൽ പോയിട്ട് തന്നെ നമുക്ക് TV ഉണ്ടോ നോക്കാം ഗൈസ്. അയ്യോ, ഇവൻ്റെ വീട്ടിൽ വലിയ TV ആണ് ഗൈസ്. ഇനിയിപ്പം നാണ്ട കമ്പ്യൂട്ടർ ഇത് പറ്റൂട്ടാ. ഇത് TV മോഡൽ കമ്പ്യൂട്ടറാണ്. ഓക്കെ, ഇത് എടുക്കാം നമുക്ക്. അവനക്ക് സീനൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് എന്തായാലും ഇതങ്ങോട്ട് എടുക്കാം ഗൈസ്. നമ്മളെ ബാഗിലാക്കാം ഗൈസ്. ഞാനങ്ങനെ ബാഗിലാക്കി പോവാണ്. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ദാണ്ട നമ്മുടെ TV ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കണത്. ഓക്കെ ഗൈസ്, കണ്ടോ നമ്മുടെ TV സെറ്റല്ലേ. അപ്പം എന്തായാലും നമ്മളെ ഇന്നത്തെ ലൈക്ക് നമുക്ക് TVക്ക് തന്നെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. നമ്മളെ TV മാൻ്റെ വർക്ക് അങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ TV മാൻ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് 6 TV മാൻ ഉണ്ട്. മൊത്തം നമ്മൾ ബ്ലാക്ക് കളർ ആക്കിയിട്ടുണ്ട് കേട്ടോ TV മാന്. ഓക്കെ, അപ്പോൾ ഇനി നേരെ നമുക്ക് അവരെ പറഞ്ഞേക്കാം. ഓക്കെ, ഞാൻ എന്തായാലും അവരെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ബൈക്ക് എടുത്ത് വീട്ടിൽ പോയിട്ട് നമുക്ക് എന്തായാലും ന്യൂസും നോക്കട്ടെ കേട്ടോ. എന്താണ് അവിടെ നടക്കുന്നതെന്നൊന്നും നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TV പോയി നോക്കട്ടെ ഞാൻ ഗൈസ്. താണ്ട നമ്മുടെ TV മാൻ എല്ലാവരും വന്നിട്ടുണ്ട് ഗൈസ്. ഇവരെ കൊണ്ട് ഇതൊക്കെയൊന്നും അറിയില്ല. നമ്മുടെ ക്യാമറമാനും ഉണ്ട്, അതുപോലെ തന്നെ TV മാനും ഉണ്ട് ഗൈസ്. ഇത് നടക്കുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഇവിടെ ഫ്രണ്ടിൽ അങ്ങനെ ആരുമില്ല. TV മാന് ബാക്കിലുണ്ടോ? ഇതാണ്ട എടാ, ഇത് ജയൻറ്റ് ഗൈസ്. ജയൻറ്റ് TV മാന് ഗൈസ്. ആ കാണുന്ന 6 TV മാൻ അവർ ജോയിൻ്റ് ആയിട്ട് 4 ജയൻറ്റ് TV മാൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇവരെ കൊണ്ട് നശിപ്പിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതാണ്ട് നമ്മുടെ ക്യാമറമാൻ 3 എണ്ണം അങ്ങനെ മണ്ടിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ സ്കിബിഡി ടോയ്ലറ്റിനെ അങ്ങനെ തീർത്തു. 2 പേരെ അങ്ങനെ ശരിയാക്കുന്നുണ്ട്. ഇവർക്ക് എന്തെങ്കിലും അതാണ്ട് ഗൈസ്, ഇവർ കഥ കഴിഞ്ഞ് ഇത്ര പണിയുള്ളൂ ഗൈസ്. ഇവരങ്ങനെ തീർന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോഴാണ് കുറച്ച് സമാധാനമായത് കേട്ടോ. ഇവരൊക്കെ അതങ്ങനെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും ഇനി വീട്ടിൽ പോയിട്ട് ഒന്ന് കടന്നുറങ്ങണം. ഇന്നലെ മര്യാദക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. സ്കിബിഡി ടോയ്ലറ്റ് തന്നെയായിരുന്നു എൻ്റെ സ്വപ്നം. ഞാനങ്ങനെ കടന്നുറങ്ങട്ടെ.